ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാം, സൂര്യമോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ധനസമാഹരണം നടത്തി 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ആ കുട്ടിയെ നാളെ കിംസ് ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ അടിയന്തരമായ ശസ്ത്രക്രിയ നടക്കാൻ പോവാണ്. കരൾമാറ്റ ശസ്ത്രക്രിയ. എന്റെ സുഹൃത്തുക്കളെ, ഈ സംസാരിക്കുന്ന വ്യക്തി ആരാന്നിപ്പോ ഞാൻ പറയേണ്ട ഒരു പ്രത്യേക കാര്യമൊന്നുമില്ലെങ്കിലും പറയാണ്. ഇത് അൻസാരി സൂര്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ഉസ്താദാണ്. വളരെ വൃത്തിയായിട്ട് ഈ അടുത്ത കാലത്ത് തന്റെ മതത്തിൽ പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി സംസാരിക്കുകയും എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ കൃത്യമായിട്ട് എതിർക്കപ്പെടുകയും സംഘികൾക്കെതിരൊക്കെ വൃത്തിയായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്തൊരു വലിയ പ്രശ്നമാണെന്ന രീതിയിലുള്ള ഒരു ഉണ്ടാക്കലിനെതിരൊക്കെ കൃത്യമായിട്ട് ഉസ്താദ് സംസാരിക്കാറുണ്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിപ്പോയി. സൂര്യ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി, സൂര്യമോൾ, അവർക്ക് 38 ലക്ഷം എങ്ങാണ്ടൊക്കെ വേണം. ഉസ്താദ് വീഡിയോ ഇട്ടതിന്റെ ഭാഗമായിട്ട് 26 ലക്ഷം എങ്ങാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണം. ഇത് ഉസ്താദിന് സാധിക്കുന്നതിനപ്പുറത്തേക്ക് സംഗതിയിലൊക്കെ പോവാണ്. അപ്പൊ ഉസ്താദ് ഈ വീഡിയോ ഇട്ടത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഉസ്താദ് എന്തിലൊക്കെ വീഡിയോ ഇടുമ്പോൾ ഉസ്താദിനെ പരിഹസിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ കുറെ ഹിന്ദുക്കളെ സഹായിച്ചിട്ട് ആളുകൾക്കിടയിൽ പേരുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പല സംഘികളും ഉസ്താദിനെതിരൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊന്നും സഹിക്കാൻ പറ്റായിട്ടാണ്ടായിരിക്കും ഉസ്താദ് ഇപ്പൊ പറയുന്നത് ഈ വീഡിയോ കഴിയുമെങ്കിൽ കുറച്ച് ഹിന്ദുക്കളുടെ കയ്യിലേക്ക് എത്തിക്കണം. കാരണം ഹിന്ദുക്കളെ കാര്യം മാത്രം നോക്കേണ്ടത്. ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ശശികല ടീച്ചർ, പിന്നെ മലപ്പുറത്തെ ഒരു ചങ്ങാതി ഉണ്ട്, അയാൾക്കൊരു കുരുക്ഷേത്ര എന്തെങ്കിലും പറയുന്ന ചാനലുണ്ട്. ഇപ്പൊ ഒരു പുതിയൊരു പഹയം വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാണത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഇങ്ങനെ കുറെ പേര് ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. ഇവർ ഉണർത്തൽ മാത്രമേ ഉള്ളൂ. അതേസമയം ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി 5 പൈസ പോലും ഇവർ മുടക്കില്ല എന്നുള്ളതാണ്. ഈ ഉസ്താദ് ചെയ്യുന്ന പോലൊന്നും പരിപാടികൾ ഇവന്മാര് ചെയ്യുന്ന ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും ഉസ്താദ് പറയണ കേൾക്കണേ. പ്രാർത്ഥിക്കാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊത്തവും 38 ലക്ഷം രൂപയാണ് വേണ്ടത് ആ കുട്ടിയുടെ ചികിത്സക്ക്. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതിമത ഭേദമന്യേ നമ്മളെല്ലാം കൂടി സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ, ഈ 38 ലക്ഷം രൂപക്ക് 28 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി നടക്കല്. ഇത് വെല്ലുവിളിയൊന്നുമില്ല, എന്നെ കൊണ്ട് ചെയ്യാവുന്നത്. കണ്ടില്ലേ എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ഈ ചിത്രത്തിൽ ഇതാ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്ന ആളുകളാ നിരന്തരം. ഇവരെ വീഡിയോസെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഹിന്ദു 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 ഉണരാൻ, ഹിന്ദുക്കൾ ഒരുമിക്കണം. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. മുസ്ലിങ്ങൾ കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങൾ മദ്രസകളിൽ പോയിട്ട് അതിഭീകരമായ ഭീകര പ്രവർത്തനങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇന്ത്യക്കാരിൽ നിന്ന് ഹിന്ദുക്കളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളാണ് മദ്രസകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. മദ്രസകളെ ഇത്തരത്തിലുള്ള ഉസ്താദുമാരുമെല്ലാം ഈ കുഞ്ഞുങ്ങൾ അതിഭീകരമായി പീഡിപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച ആളുകളാണ്. അവർ പീഡകന്മാരാണ്, കുഞ്ഞുങ്ങളൊക്കെ ലൈംഗികമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള വീഡിയോസുകൾ മാത്രം പടച്ചു വിടുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ആളുകളെല്ലാം. ഇവരെല്ലാം അങ്ങനെയാണ്. ഇവരാരെങ്കിലൊക്കെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശശികല ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാ. എന്നാൽ അതേസമയം തന്നെ ഹിന്ദുക്കൾ, ഈ താഴ്ന്ന ജാതി ആൾക്കാർ ഹിന്ദുക്കളായിട്ടൊന്നും ശശികല ടീച്ചർ അടക്കമുള്ള ആളുകളൊക്കെ, ടീച്ചർ എന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയാറ്, KP ശശികല അടക്കമുള്ള ആളുകൾ പറയുക. എന്തായാലും ഇവരാരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും അസുഖം ബാധിച്ചെടുക്കുന്ന, പണമില്ലാതെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇതിൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നില്ല. രാഷ്ട്രീയപരമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മനസ്സിൽ, മുസ്ലിങ്ങളുടെ മനസ്സിൽ വർഗീയത തിരികെ കയറ്റാൻ വേണ്ടി മാത്രം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിയിട്ട് രണ്ടുപേരെയും തമ്മിലടുപ്പിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ചോര കുടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ടീംസാണ്. എന്തായാലും ഇവരോടാണ് ഉസ്താദിന്റെ അപേക്ഷ. ഞാൻ 28 ലക്ഷം രൂപ എൻ്റെ വീഡിയോ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കല്ല, അവരുടെ കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും വേണം അത്യാവശ്യം ലക്ഷം രൂപ. എനിക്ക് കഴിയുന്നില്ല. ഇനി ഇവിടുത്തെ ഹിന്ദുക്കളൊന്ന് സഹായിക്കുക എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇതിന്റെ താഴത്തുള്ള കമന്റുകളൊക്കെ എന്തൊരു രസകരമായ മനുഷ്യത്വപരമാണല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപ എടുക്കാനില്ല, 2 ദിവസം കഴിഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്നു ഞാൻ അയക്കാം ഉസ്താദെ. ഇത് പറഞ്ഞിരിക്കുന്നത് സജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് മുസ്താദ് ചെയ്യും,
ഉസ്താദെ ഈ വീഡിയോയിലുണ്ട് അവർക്കുള്ള മറുപടി എന്നൊക്കെ പല ആൾക്കാർ ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടോക്കും. മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ധനസമാഹരണം മാത്രമല്ല, വ്യക്തിഗതമായി പലരെയും കണ്ടും ആ പാവപ്പെട്ടവൻ, ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സുനിലേട്ടന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ഇനി ബാക്കി പൈസ ഇത് സൂര്യമോളാണ്, സുഹറ ബീബി അല്ല, ലക്ഷ്മികാന്ത്, ശശിധര ടീച്ചർ, പിന്നെ ഈ കാണുന്ന സഹകരണത്തോട് പറയാണ്, കണ്ടില്ലേ, സുഹറ ബീബി അല്ല. അത് കൃത്യമായിട്ട് പറയാം, ഇത് സുഹ്റ ബീബി അല്ല. എന്താണ് ഇവരുടെ പേര്? സൂര്യ എന്നാണ്. കാരണം സുഹ്റ ബീബിയെ സഹായിക്കാൻ പാടില്ല, മുസ്ലിങ്ങളെ സഹായിക്കാൻ പാടില്ല, ഹിന്ദുക്കളെ നിങ്ങൾക്ക് സഹായിക്കല്ലോ. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരം പ്രസംഗിച്ചടക്കുന്ന ആളുകൾ എന്താ സഹായിക്കാത്ത? ഇതാണ് സുഹൃത്തുക്കൾ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇവിടെ കൃത്യമായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്താദ് ചെയ്യുന്നത് എത്രയോ വലിയ നന്മ പ്രവർത്തികളാണ്. പക്ഷെ അതൊന്നും കാണാതെ ഉസ്താദിനെയും ഉസ്താദിന്റെ മതത്തെയും നിരന്തരം അവഹേളിക്കുക, കളിപ്പിക്കുക, അപമാനിക്കുക എന്നാൽ അത് വേറെ ഒന്നും നമുക്ക് കാണാനില്ല. ഈ ചെയ്യുന്ന ആളുകളായിട്ടുള്ള ഈ KP ശശികല ആവട്ടെ, കാണത്തായിക്കോട്ടെ, വേറെ അപ്പുറത്തുള്ള ഒരു ചാനലിന് 2 ആൾക്കാരായിക്കോട്ടെ, ഇവന്മാരാരെങ്കിലും ഒരു ഹിന്ദുവിനെയും സഹായിക്കില്ല. എന്നാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരുമിക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ഉസ്താദല്ലേ സഹായിക്കുന്നത്, അയാളൊരു മുസ്ലിം അല്ലേ, മൂപ്പർക്ക് വേണമെങ്കിൽ വെറുതെ മുണ്ടാതെ കുത്തിരുന്ന പോരെ. പക്ഷെ മൂപ്പര് മുമ്പിലേക്ക് ഒരു കേസ് വരികയാണ്, ഉസ്താദ് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ ഹിന്ദുക്കളെ ഞാൻ സഹായിക്കൂല എന്ന് പറഞ്ഞിരുന്നാ പോരെ. അല്ല, അദ്ദേഹം ഇറങ്ങി തിരിക്കുകയാണ് സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യും? നിങ്ങളെന്ത് ചിന്തിക്കുന്നു?